ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു വെണ്ണക്കെണ്ണൻ തന്നെയായിരുന്നു കേട്ടോ. ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കയ്യിൽ വെണ്ണയും പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ആ വെണ്ണയൊക്കെ കിട്ടിയ സന്തോഷം നന്നായിട്ട് മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഉത്സവമൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ യശോദാമ്മ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല കൃഷ്ണ, എങ്ങനെ ഉണ്ടായിരുന്നു ഉത്സവമൊക്കെ? അതിഗംഭീരായി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്സവമൊക്കെ ഗംഭീരായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ എന്നാ കുറച്ച് വെണ്ണ എനിക്ക് തരുമെന്നാണ് യശോദാമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്. യശോദാമ്മ ആ ചോദ്യം കണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക, ഭഗവാന് വയറ് നിറയെ വെണ്ണ കൊടുക്കാനായിട്ട്. കാരണം ഭഗവാനെ സന്തോഷിപ്പിക്കണമെങ്കിൽ കുറച്ച് വെണ്ണ കൊടുത്താൽ മതി. ഭഗവാനും വളരെ ഇഷ്ടമാണ്. ഒന്ന് നോക്കൂ, എന്തൊക്കെ അലങ്കാരങ്ങൾ ഓരോ ദിവസവും ഭഗവാനെ ചാർത്തുന്നുണ്ട്. ഈ ചാർത്തുന്ന ഭൂരിഭാഗം ദിവസങ്ങളിലും ഭഗവാന്റെ കയ്യിൽ വെണ്ണ കാണാം. ഒന്നുകിൽ വെണ്ണയും ഉടക്കുള്ളിലും പിടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വെണ്ണ കട്ട് തിന്നുന്ന, മോഷ്ടിച്ച് തിന്നുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരിക്കും, അല്ലെങ്കിൽ താമരയിൽ ഇരിക്കുമ്പോഴും അപ്പോഴും ഭഗവാന്റെ കയ്യിൽ വെണ്ണ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓടക്കുഴൽ നമ്മൾ മിക്ക സമയത്തും കാണുന്നത് പോലെ തന്നെ പിന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് വെണ്ണ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഭഗവാൻ ഇഷ്ടമാണ് വെണ്ണ എന്ന് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ കുറുമ്പ് കാണിച്ചിട്ട് അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ മോഷ്ടിക്കാനൊക്കെ ആയിട്ട് കയറുമ്പോൾ അത് വെണ്ണ മോഷ്ടിക്കാനായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ പാലുള്ളൂ. പിന്നെ വെണ്ണയോടാണ് കൂടുതൽ പ്രിയം. ഇപ്പം എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് അല്ലെങ്കിൽ ഭഗവാൻ പിണങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ യശോദാമ്മ എന്താ ചെയ്യുക? കുറച്ച് വെണ്ണയാണ് ഭഗവാന് കൊണ്ടു കൊടുക്കുക. ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ അലിയിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ വെണ്ണ കൊടുത്താൽ മതി. അത്രയ്ക്കും പ്രിയാണ് ഭഗവാന് വെണ്ണയോട്. അപ്പോൾ വെണ്ണയൊക്കെ ഭഗവാൻ ആരെങ്കിലും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ഭഗവാന്. അപ്പോൾ ഭഗവാൻ മാത്രമല്ല കേട്ടോ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവർക്കും ഭഗവാന്റെ വെണ്ണപ്രസാദം ഭഗവാൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നൽകാൻ കൂടി റെഡി ആയിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ നിറയെ കയ്യിൽ വെണ്ണയും പിടിച്ചിട്ട് കുറേയൊക്കെ ഭഗവാൻ കഴിച്ചു. ആ സന്തോഷമൊക്കെ മുഖത്ത് നോക്കുമ്പോഴും കാണാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ ഭക്തർക്കും നൽകാനും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഭഗവാന്റെ ആ ഒരു വെണ്ണപ്രസാദം നമുക്ക് എല്ലാവർക്കും പോയി വാങ്ങിക്കാം കേട്ടോ. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ വെണ്ണ വാങ്ങിക്കുന്നതായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ വെണ്ണക്കണ്ണനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.